വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. നമുക്കിന്ന് ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഞാനിവിടെ ബ്രൂവിൻ്റെ ഒരു കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാൽ ആവശ്യമുണ്ട്. ഞാനിവിടെ 1 കപ്പ് പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഇത് ഏകദേശം ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മുടെ പാല് നല്ല തണുത്തതാകുമ്പോൾ ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമാണ് ഐസ് ക്യൂബ്സ്. ഞാൻ ഏകദേശം ഒരു 5 ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഓപ്ഷനായിട്ടുള്ള സ്റ്റെപ്പാണ് ഐസ്ക്രീം. ഞാൻ 1 സ്കൂപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ സിറപ്പാണിത്. ഇത് നമുക്ക് ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതും ഒരു ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് വേണേൽ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ കോഫി പൗഡർ കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കലക്കിയെടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ കോഫി പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കോഫി പൗഡർ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ മിക്സായി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്കിതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോഫിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഐസ് ക്യൂബ്സും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാരയാണ്. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഐസ്ക്രീം ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയായിരിക്കും. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തണുപ്പിച്ച പാലാണിത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ കോൾഡ് കോഫി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതും ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ആ കോഫി കാണാനൊരു നല്ലൊരു ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഗ്ലാസിൻ്റെ സൈഡ് വഴി ഇതുപോലെ ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ പത നമുക്കൊരു സൈഡിലേക്ക് മാറ്റണം. എന്നിട്ട് ആദ്യം തന്നെ ആ കോഫി മാത്രം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച പത ഇതിന് മുകളിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി എടുത്ത് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കോഫി പൗഡറോ അതല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ചോക്ലേറ്റിൻ്റെ സിറപ്പില്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇതുപോലത്തെ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.